നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതിപ്പോ എല്ലാവരും സംശയത്തിന്റെ നിഴലിലായി. നമ്മൾ എന്തിനാ അമ്മ പരിഭ്രമിക്കുന്നേ? എന്തായാലും നമ്മളാരും ഈ ചതി ചെയ്തിട്ടില്ലല്ലോ. അതെ, അത്ര നിസ്സാരമായിട്ട് മനോഹരേട്ടൻ ഇതിനെ കാണണ്ട. ഞാൻ പിന്നെ എന്നെ വേണം പാർവതി? കരമനയാറ്റി ചാടി ചാകണോ? അതെ, തീ പിടിച്ച ചാടിയല്ലേ പറ്റൂ. അമ്മ, ഈ ശരത്ത് കിടന്ന് വരട്ടുന്ന പോലെ ഒന്നും സംഭവിക്കത്തില്ല. ആരാ ചെക്ക് മാറ്റിയെടുത്തെന്ന് പോലീസ് കണ്ടുപിടിക്കുമല്ലോ. സിദ്ധാർത്ഥൻ എന്തായാലും ബാങ്കിനെയും കൂടി പ്രതി ചേർത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. കേസ്, കോടതി, പോലീസ്, എനിക്ക് വയ്യ. നിന്റെ പേടി കണ്ടാ തോന്നുമല്ലോ നീയോ നിന്റെ മോളോ ആണ് മാസ്ക് വെച്ച് ചെക്ക് മാറി കാശെടുത്തെന്ന്. മനോഹരേട്ടാ, ഞാൻ ആകെ നിലതെറ്റി നിക്ക. ചെക്ക് ആര് മാറിയാലും ആര് ഗുണഭോക്താവായാലും നമുക്ക് വീഴാൻ പോകുന്ന ഒരു പേര് ഞാൻ പറയാം: കള്ളത്തരത്തിന് കാവല് നിന്നവരെന്ന്. എന്താണെന്ന് ആലോചിക്കാം. അല്ലെങ്കിലേ ഇതുവരെ അനുഭവിച്ചതുപോലെ ഇതും അനുഭവിക്കാം. അമ്മ എന്താ അച്ഛ ഇങ്ങനെ? എനിക്ക് സങ്കടം തോന്നുന്നു. ഓളം തന്നെ സങ്കടപ്പെടുന്നേ. അറിയത്തില്ലേ, പാർവതിക്കല്ല ആദിക. പ്രത്യേകിച്ച് കാശിന്റെ കാര്യമൊക്കെ അവർക്ക് വല്ലാത്ത പേടിയാ. അന്ന് പലിശക്കാരൻ വന്നതുപോലെ സിദ്ധാർത്ഥന്റെ വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരുമെന്ന് അവിടെ പേടി. ഓട്ടബുദ്ധി അല്ലാതെന്താ. പാർവതിയുടെ മുഖം മങ്ങുന്നതുകൊണ്ട് മോടെ മനസ്സിലെ വെളിച്ചം കെടുത്താൻ ശ്രമിക്കണ്ട. എന്നാലും അമ്മ അത്രക്കേറെ നിരഞ്ജൻ ഡോക്ടറെ സംശയിക്കുന്ന പോലെയാ എനിക്കിപ്പോ തോന്നുന്നത്. അവസാനം ഇതെല്ലാം കൂടി കറങ്ങിത്തിരിഞ്ഞ് എന്റെ നേരെ വരുമോന്ന് എനിക്ക് പേടി. അങ്ങനെയൊന്നുമില്ല. പാർവതിയെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മോള് ചെല്ല് മോളെ. നീ വലിയ വാചകമൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നീ പോന്നെന്താ? ചെക്കിന്റെ കാര്യത്തില് സോമൻ അച്ഛൻ ശങ്ക ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് വേണമെന്ന് എനിക്കറിയാം. നീ നിന്റെ കാര്യം നോക്ക് ശരത്തെ. അത് അന്വേഷിക്കാൻ ഇവിടെ പോലീസും കോടതിയും ഒക്കെ ഉണ്ട്. അവരത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. പക്ഷേ അതിനു മുമ്പ് ഡോക്ടർ നിരഞ്ജനെ നാണം കെടുത്തി നാട് കടത്തി. നീ നോക്കിക്കോ, അക്കാര്യത്തില് വ്യക്തമായ പദ്ധതികൾ എനിക്കുണ്ട്. എടി ദേവികെ, പിന്നെ നീയും നിരഞ്ജനും ചേർന്ന് കാശ് തട്ടിയെടുത്തതൊന്നും ഞാൻ വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം അങ്ങനെ ഒരു കൊള്ളരായ്മയും ഡോക്ടർ നിരഞ്ജൻ കാണിക്കത്തില്ല എന്ന് എനിക്കറിയാം. നിന്റെ സുധിയേട്ടന്റെ ജീവന്റെ വില നീ മേടിക്കത്തില്ലെന്നും എനിക്കറിയാം. പിന്നെ ഞാനിതൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് എന്തിനാ? എല്ലാത്തിനും തമ്മി തല്ലിച്ച് ചിതറിക്കാൻ. മനസ്സിലായോ? നീ തന്നെ നേരത്തെ പറഞ്ഞിട്ടില്ലേ, മുട്ടനും കുട്ടനും കൂട്ടിയിടിച്ച ആർക്കാ ചോര ലാഭമെന്ന്. ഈ കളിയില് ചോരയ്ക്ക് വേണ്ടി മാത്രം നാവ് നീട്ടി നിൽക്കുന്ന ആളാ ഞാൻ. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ കുട്ടന്റെ മുട്ടന്റെ ഇടയിൽ തലകുരുങ്ങിയ ചെന്നായിയുടെ അവസ്ഥ തന്നെ നിനക്ക് വരാൻ പോകുന്നത്. ഇല്ലടി, ഈ ശരത്തിന് അങ്ങനൊരവസ്ഥ വരുത്തില്ല. കാരണം നിനക്ക് ശത്രുക്കള് ഒന്നും രണ്ടും അല്ല ഉള്ളത്, ഇഷ്ടം പോലുണ്ട്. ഡോക്ടർ നിരഞ്ജന്റെ വീടിന് മുന്നിലോ പുതിയതായി തുടങ്ങുന്ന ക്ലിനിക്കിന്റെ മുന്നിലോ പന്തല് കെട്ടി സത്യാഗ്രഹം ഇരിക്കും. അതിവിടുത്തെ മുത്തശ്ശിയും തീരുമാനിച്ചിട്ടുണ്ട്, വക്കീലിന്റെ പെങ്ങന്മാരും തീരുമാനിച്ചിട്ടുണ്ട്. പ്രേമേച്ചിയും സിന്ധികയും നീ കരുതുന്നത് പോലുള്ളവരല്ല. ഇനി ആ പട്ടാളക്കാരൻ തന്തയുടെ മനസ്സുകൂടി തിരിഞ്ഞാണ്ടല്ലോ, എല്ലാത്തിനും നേരത്തെ നിർത്തി വെട്ടി വെച്ച് കൊല്ലും അയാള്. ആയിക്കോട്ടെടാ,
ക്ലിനിക്കിന്റെ മുൻപിലോ വീടിന്റെ മുൻപിലോ സെക്രട്ടേറിയറ്റിന്റെ മുൻപിലോ എവിടെ വേണമെങ്കിലും പന്തല് കെട്ടിക്കോട്ടെ. ഇത്തരം കള്ളത്തരങ്ങൾ പൊളിയാൻ അധികം സമയമൊന്നും വേണ്ടടാ ശരത്തെ. ബാങ്കിൽ ഒരു മാനേജർ മാത്രമല്ലല്ലോ ഉള്ളത്. സോണൽ ലെവലിൽ നിന്നും അന്വേഷണം വരും. അന്ന് ബാങ്കിൽ വന്നു പോയത് ആരൊക്കെയാണെന്ന് കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ അറിയാലോ കാശ് എങ്ങോട്ടാ പോയതെന്ന്. വർഷങ്ങളോളം ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് എടുത്ത് താമസിച്ചവനല്ലേ നീ? അപ്പോ നിനക്ക് കൈവെള്ളയിലെ വര പോലെ അറിയാവുന്ന സ്ഥലമല്ലേ ഈ JP നഗർ? അപ്പൊ അന്വേഷണം കറങ്ങിത്തിരിഞ്ഞ് നിന്റെ നേരെ വരുമോന്ന് ഒന്ന് ശംഖ് കറക്കി നോക്കാൻ പറ നിന്റെ സോമൻ അച്ഛനോട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ അതിനുള്ള മറുക്രിയ ചെയ്തു വെക്കാലോ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിലവില് ആ ചെക്ക് മാറിയതിൽ എനിക്കൊരു പങ്കുമില്ല. പക്ഷേ ഇനി അതിന്റെ പങ്ക് ആരെങ്കിലും വെച്ച് നീട്ടിയാൽ ഞാൻ അത് വാങ്ങിക്കുകയും ചെയ്യും. നീ പരിഹസിച്ച പോലെ സുധി സാറിന്റെ ഭാവി അളിയനല്ലേ ഞാൻ? അതുമാത്രമാണോ? നിന്റെ ഭാവി ഭർത്താവാൻ പോകുന്ന ആളും ഇനി ഞാൻ തന്നെ അല്ലേ? അപ്പോ ആ വകുപ്പിൽ എനിക്ക് ആ പൈസ വാങ്ങാം. ഭാര്യയുടെ ആദ്യ ഭർത്താവിന്റെ ഹൃദയത്തിന്റെ വിലയുടെ ഒരു വിഹിതം രണ്ടാം ഭർത്താവിനും അവകാശപ്പെട്ടാണ്. സ്ത്രീധനായിട്ട് കൂട്ടിയാ മതി. സ്ത്രീധനത്തിന്റെ ആദ്യ കഴിവ് നിനക്ക് ഞാൻ ഇപ്പൊ തരാടാ. ഒന്ന് അടുക്കള വരെ പോയി ആ വാക്കത്തി എടുക്കേണ്ട താമസമേ ഉള്ളൂ. അയ്യോ വേണ്ടായി. എന്തായാലും നിരഞ്ജൻ ഡോക്ടറോട് ഒന്ന് സൂക്ഷിച്ചോളാൻ പറഞ്ഞു. പുതിയ ക്ലിനിക് ഒന്നും തുടങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്നാലോചിച്ചിട്ട് വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അല്ലെങ്കിലേ അതും കൂടി ഇരുന്ന് തുരുമ്പിക്കും. ആ കെട്ടിടം കിടക്കുന്ന പോലെ. മനോഹരേട്ട, ഈ കാര്യത്തിൽ മനോഹരേട്ടൻ ഇനി ആരോടും ചോദിക്കാനും പറയാനും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആരോട് ചോദിക്കാൻ? എന്ത് ചോദിക്കാനാ? നമ്മുടെ മകന്റെ പേരിൽ ഒരാള് പണം സമ്പാദിച്ച അതേപ്പറ്റി നമ്മളൊന്നും ചോദിക്കാതിരുന്ന അവന്റെ ആത്മാവ് നമ്മളോട് പൊറുക്കോ? എന്റെ പാർവതി, എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്ക് അറിയത്തില്ലല്ലോ. ഇക്കാര്യം നിരഞ്ജൻ ഡോക്ടറോട് ചോദിക്കാൻ എനിക്ക് പറ്റത്തില്ല. അത്രയ്ക്ക് തരം താഴാൻ. അപ്പോ തരംതാണ പ്രവൃത്തിയൊക്കെ അവർക്ക് ചെയ്യാല്ലേ? ഒരു സ്ത്രീയെ ചെക്ക് മാറിയെന്ന് ശരത്ത് പറഞ്ഞല്ലോ, അത് സത്യ. പണം അക്കൗണ്ടിൽ നിന്ന് പോയിന്ന് സിദ്ധുവിന്റെ വീട്ടുകാരും പറയുന്നുണ്ട്. അതെ, നിരഞ്ജൻ ഡോക്ടറുടെ കയ്യിൽ നിന്ന ചെക്ക് വേറെ ആരോ കൈവശപ്പെടുത്തി പണം എടുത്തു. അതാ സത്യം. അത് മനോഹരേട്ടൻ വിശ്വസിക്കുന്നതാവും. പക്ഷേ ലോകം അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. നീയും നിരഞ്ജൻ ഡോക്ടർ കള്ളനാണെന്ന് ആർപ്പ് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണോ? ഇക്കാര്യത്തിൽ എനിക്ക് കണ്ണും പൊട്ടി നിരഞ്ജൻ ഡോക്ടറെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല. ദേവിക പോലും ആകെ പതറിയ മട്ട. എന്ന് വെച്ചാ ശരത്ത് പറയുന്ന പോലെ ദേവിക വേഷം മാറിപ്പോയി ചെക്ക് മാറിയെന്നാണോ? എടി, നിന്റെ തലയ്ക്ക് പ്രാന്താണോ? ദേവിക ചെക്ക് മാറിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ കരുതുന്ന പോലെ അല്ല മനോഹരേട്ട ആരും. എല്ലാവർക്കും രഹസ്യങ്ങളുണ്ട്. അവരത് നമ്മൾ ഇന്ന് മറച്ചു പിടിക്കുക. അതാ എന്നെ അലട്ടുന്നത്. ഇക്കാര്യത്തിൽ മനോഹരേട്ടൻ ശക്തമായി മുന്നോട്ടിറങ്ങണം. സുധിമോന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്റെ കാര്യത്തിൽ അച്ഛൻ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമെന്ന്. പാർവതി,